അപ്പോൾ മട്ടൺ ബിരിയാണി ഇതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഇതൊരു എന്താ പറയുക, ഇത് ഗുൽബർഗ മട്ടൺ ബിരിയാണി എന്ന് തന്നെ പറയാം. കുറച്ചൊരു നോർത്തേൺ സൈഡിലോട്ടൊരു ചായവുള്ളൊരു ബിരിയാണി. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ സ്വാദിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലായിരിക്കില്ല. അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയാലോ നമ്മുടെ ഗുൽബർഗ മട്ടൺ ബിരിയാണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. മട്ടൺ ഇത് സാധാരണ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1 കിലോ മട്ടണ് 1/2 കിലോ റൈസേ ആവശ്യമുള്ളൂ. മട്ടൺ കയറി നിൽക്കണം. അരിയെക്കാട്ടിലും കൂടുതൽ മട്ടണാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ 1 കിലോ മട്ടണിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോണത്. റൈസ് അപ്പോൾ ഒരു 1/2 കിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 കപ്പ് റൈസേ വരുള്ളൂ. ഞാൻ പക്ഷേ അത് ഇച്ചിരി കൂടെ കൂടുതൽ എടുത്തിട്ട് 3 കപ്പ് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രൊപ്പോർഷൻ ഇങ്ങനെയാണ്: 1/2 kg റൈസ്, 1 kg മീറ്റ്. ആ ഒരു അളവിന് ചെയ്താൽ മതി. അപ്പോൾ തുടങ്ങിയാലോ. ഗുൽബർഗ മട്ടൺ ബിരിയാണി ചേരുവകൾ: നല്ല ഇനം മട്ടൺ 1 കിലോ, ബിരിയാണിയുടെ പീസസായിട്ട് മുറിക്കുക. നല്ല ഇനം ബസ്മതി റൈസ് 3 കപ്പ്, 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത്. ആൽമണ്ട്സ് അഥവാ ബദാം 15 എണ്ണം വെള്ളത്തിൽ കുതിർത്തത്. അണ്ടിപ്പരിപ്പ് 20 എണ്ണം വെള്ളത്തിൽ കുതിർത്തത്. മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പുതിനയില 2 ടേബിൾ സ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, പച്ചമുളക് 4 വലുത്, സവാള 4 വലുത് ഘനം കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പട്ട 2 കഷ്ണം, ഗ്രാമ്പൂ 10 എണ്ണം, ഏലക്ക 10 എണ്ണം, സാജീരകം 1 ടീസ്പൂൺ, പെരിഞ്ചീരകം 1 ടീസ്പൂൺ, നല്ല ജീരകം 1 ടീസ്പൂൺ, വെളുത്തുള്ളി 10 വലിയ അല്ലി, തൈര് 1/2 ലിറ്റർ എടുക്കുക. എന്നിട്ട് മൽമൽ തുണിയിലോ അല്ലെങ്കിൽ നല്ലൊരു അരിപ്പയിലോ ഒഴിച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. അപ്പോൾ അതിലെ വെള്ളം എല്ലാം മാറിയിട്ട് ഹങ് കേർഡായിട്ട് കിട്ടും, നല്ല കട്ടിക്ക് കിട്ടും, ക്രീമി ആയിട്ട് കിട്ടും. അങ്ങനെ എടുക്കുന്നത് ഏകദേശം 1 കപ്പ് കാണും. കാച്ചി തണുപ്പിച്ച പാല് 1/2 കപ്പ്, സാഫ്രൻ അഥവാ കുങ്കുമപ്പൂ 1 ടീസ്പൂൺ എടുക്കുക. 1/4 കപ്പ് ചൂടുവെള്ളത്തിലിട്ടിട്ട് 1/2 മണിക്കൂർ വയ്ക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് അലിഞ്ഞ് അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് കിട്ടും. നെയ്യ് 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, മട്ടൺ വേകാൻ ആവശ്യമുള്ള വെള്ളം ചൂടുവെള്ളം തന്നെ വേണം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ നമ്മുടെ ഗുൽബർഗ മട്ടൺ ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ്. വലിയ പീസസ്. അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ മട്ടനെ കട്ട് ചെയ്യേണ്ടത് കുറച്ചുകൂടെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് ആട്ടിറച്ചി. പിന്നെ ഇവിടെ ഒരു 4 സവാള ഘനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത് വളരെ റിച്ച് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നെയ്യിൽ ചെയ്യുകയാണ് ഏറ്റവും സ്വാദ്. ഇനി നെയ്യ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത്രയും നെയ്യ് ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ പകുതിയാകാം. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, സവാള വറുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്ത് കോരണം. അപ്പോൾ അത് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരിയാലും മതി. പക്ഷേ ഞാനിപ്പോൾ നെയ്യിൽ തന്നെ വറുത്ത് കോരാൻ പോകണം. നമുക്കിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ കൗ ഗീ ഉണ്ട്. അതുകൊണ്ട് അത് കുറച്ച് ലാവിഷായിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എണ്ണയിൽ ചെയ്താലും മതി, വറുത്ത് കോരുന്ന പാർട്ട്. ബാക്കി സോട്ടിങ്, അതായത് എല്ലാം വഴറ്റുന്ന കാര്യങ്ങളൊക്കെ നെയ്യിൽ തന്നെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഗംഭീരമാകും. അപ്പോൾ ഇനി അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് നെയ്യ് ചൂടാക്കി ഈ 4 സവാള ഘനം കുറച്ചരിഞ്ഞത് വറുത്ത് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്ത് കോരാം. അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ചു. നമ്മളത് മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീ എടുക്കുന്നു. പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നെയ്യ് എടുക്കാം. നല്ല പ്യുവർ കൗ ഗീയാണ് മിൽക്കി മിസ്റ്റ്, നല്ല മണം. ഇപ്പം നെയ്യുടെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.5 കപ്പോളം നെയ്യ് വേണം. എണ്ണയും കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഭാഗം എണ്ണയിൽ വറുത്ത് കോരുക. പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് ഏകദേശം ഒരു 1/2 കപ്പ് നെയ്യിൽ വഴറ്റിയൊക്കെ എടുക്കാം. അപ്പം നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായി തുടങ്ങി. ഇതിലേക്ക് സവാള വാടി തുടങ്ങുമ്പോൾ ചുരുങ്ങും. അന്നേരം പിന്നെ കുറച്ചുകൂടി ഈസി ആയിട്ട് ആകും. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇനി ഇതിൽ കടന്നിട്ട് മുരിഞ്ഞ് വരും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരല്പം ഉപ്പ് കൂടി ചേർക്കുക. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റാകും കാര്യങ്ങൾ. നല്ല വേണം. നെയ്യിലിങ്ങനെ മൂത്ത് വരുമ്പോൾ എന്താ, ഇതിപ്പോൾ ഒന്ന് വാടി തുടങ്ങി. ഇനി മൂത്ത് തുടങ്ങുമ്പോഴാണ് ഏറ്റവും വേണം വരാൻ പോകണം. ഇപ്പം നോക്കി ചുരുങ്ങിയത് കണ്ടോ, വാടി കുറച്ചുകൂടെ ചുരുങ്ങി വരുമ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യ് ധാരാളം അതുപോലെ മുങ്ങി കിടക്കുന്ന രീതിയിലേക്കായി. ഇനി ഇതൊരു ബ്രൗൺ ആയാൽ മാത്രം മതി, ഗോൾഡൻ ബ്രൗൺ. ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം ആയിക്കഴിഞ്ഞു. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ആ ഒരു കളറായിക്കഴിഞ്ഞാൽ നെയ്യിൽ നിന്നും ഊറ്റി മാറ്റും. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നെയ്യിൽ നിന്നും മാറ്റി തുടങ്ങാം. ഇതിന്നൊരു മൂക്കലും കൂടി ഉണ്ട്, അതും കൂടി നമ്മൾ മനസ്സിൽ കാണണം. എല്ലാ സവാളയും നെയ്യിൽ നിന്നും മാറ്റി.
ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഞാൻ തീ നന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ടൊരു മസാല പേസ്റ്റ് തയ്യാറാക്കാം. അതിവിടെ എല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മൾ അരയ്ക്കേണ്ട കാര്യങ്ങളുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് ഇതൊരു 10 അല്ലി വെളുത്തുള്ളി, വലുതാണ്, ചെറുതാണെങ്കിൽ 15 വരെ ആകാം. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചിയായിരുന്നു, അതിനെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് കുറച്ചുകൂടെ ചെറിയ പീസായിട്ട് മുറിച്ചു. ഇനി ഒരു 4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് 4 എണ്ണം. പിന്നെ ആൽമണ്ട്സ് ഒരു 15 ബദാമുണ്ട്, ഇത് കുതിർത്തതാണ്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണെങ്കിലും ആകാം, അല്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ അണ്ടിപ്പരിപ്പ് ഇതൊരു 20 എണ്ണം ഉണ്ട്, അതും കുതിർത്തതാണ്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്ന കാര്യങ്ങൾ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് മുളക് പൊടി, ബിരിയാണി മുളകിൻ്റെ പൊടിയാണ്, ഒരു 3 ടീസ്പൂൺ നിറച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് ഈ മുളക് പൊടിയും ഈ 4 പച്ചമുളകിൻ്റെയും എരിവാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക. അപ്പോൾ എരിവ് ആവശ്യാനുസരണം എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് പുതിന, ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ട്, അത് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പുതിനയില എന്ന് പറയാം. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില ഇനി ആവശ്യമുണ്ട് സെറ്റിംഗ് ടൈമിൽ. ഇത്രയും കാര്യങ്ങൾ സെറ്റ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഞാൻ തിരിച്ചു വരും. അങ്ങനെ നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞു അല്ലേ. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു നല്ല പേസ്റ്റ് ആയി കഴിഞ്ഞു, നല്ല തിക്ക് പേസ്റ്റ്. ഇനി നമ്മൾ മട്ടൻ്റെ പ്രോസസ്സിലേക്ക് കടക്കുന്നു. അപ്പോൾ നെയ്യ് ചൂടായി തന്നെ ഇരിക്കുകയാണ്. ഞാൻ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് അടുപ്പ് കത്തിച്ചു. മട്ടൺ നോക്കൂ, നല്ല ബിരിയാണി പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്, കുറച്ച് വലിയ വലിയ പീസസ്. നല്ല അടിപൊളി മട്ടനാണ്, നല്ല ഫ്രഷ് നല്ല മട്ടൺ. ഇത് 1 കിലോ ഉണ്ട്, ഒരുപാട് എല്ലൊന്നുമില്ല, ആവശ്യത്തിന് മാത്രം, ഫ്ലഷാണ് കൂടുതൽ. അപ്പോൾ നെയ്യ് ഇങ്ങനെ ചൂടായിരിക്കുവാണ്. അപ്പോൾ ഈ ചൂട് നെയ്യിലേക്ക് ഒന്നുകൂടി ഒന്ന് ചൂടായിക്കോട്ടെ. ഒരു പകുതി കുറച്ച് ഞാൻ ഈ മസാല തയ്യാറാക്കുന്ന സമയം കൊണ്ട് ഒരു അല്പം ഒന്ന് തണുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചൂടാവട്ടെ. ഇതിൽ കുറച്ച് ഹോൾ സ്പൈസസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് റൈസ് വേവിക്കുമ്പോൾ അതിനകത്ത് ഇടാനാണ്. പക്ഷേ അതിൽ നിന്നും കുറച്ച് നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാം. അതായത് സാജീരകമുണ്ട്, 1 ടീസ്പൂൺ സാജീരകം, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 7-8 ഏലക്ക, ഒരു 7-8 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി നമ്മൾ ഈ മട്ടൻ്റെ ഈ ഗ്രേവി ഉണ്ടാക്കുന്ന കാര്യത്തിലും ചേർക്കും. ബാക്കിയിരിക്കുന്നത് നമ്മൾ റൈസിൻ്റെ കൂടെ ഇട്ടിട്ട് റൈസ് വേവിച്ചെടുക്കും. അതാണ് അതിൻ്റെ പ്രോസസ്സ്, അടുത്ത സ്റ്റേജ് അതാണ്. അപ്പോൾ നെയ്യിലേക്ക് നമ്മൾ സാജീരകം ചേർക്കുന്നില്ല ഈ മട്ടൻ്റെ കൂടെ, സാജീരകം റൈസിൽ തന്നെ ഇട്ടാൽ മതി. പക്ഷെ പെരിഞ്ചീരകം നമ്മൾ റൈസിൽ ചേർക്കുന്നില്ല, അതിന് പകരം ഈ ഗ്രേവിയിലാണ് ചേർക്കുന്നത്. നല്ല ജീരകവും ഈ ഗ്രേവിയിൽ ചേർക്കാം. അപ്പം നല്ല ജീരകം 1 ടീസ്പൂൺ, പിന്നെ പെരിഞ്ചീരകം 1 ടീസ്പൂൺ, ഒരു 4 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, പിന്നെ 1 കഷ്ണം പട്ട മുറിച്ചിടാം. അപ്പോൾ പ്രധാന കാര്യങ്ങളെല്ലാം നെയ്യിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അല്ലാതെ തന്നെ നെയ്ക്ക് എന്തും മണം. അപ്പോൾ കുറച്ചുകൂടി മണം വന്നു തുടങ്ങി, ആ ഹോൾ സ്പൈസസിൻ്റെ ഒരു മണവും കൂടി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കും. ഇതിലിപ്പോൾ നെയ്യ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, അപ്പോൾ അതിലേക്കാണ് നമ്മൾ മസാല അരച്ചത് ചേർക്കുന്നത്. അങ്ങനെ നല്ല റിച്ച് ഗ്രേവി. പിന്നെ മട്ടണിലും അത്യാവശ്യം നല്ല ഫാറ്റൊക്കെ ഉള്ള കാര്യമാണല്ലോ, നെയ്യൊക്കെ മട്ടണിൽ നിന്ന് ഇറങ്ങാനുണ്ട്. പക്ഷെ മട്ടണും നെയ്യും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, നല്ല കോമ്പിനേഷൻ. അപ്പോൾ മസാലയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറട്ടെ, പെട്ടെന്ന് തന്നെ മാറും. ചിലപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ മട്ടൺ ചേർക്കാനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഇതിലിടാം. അപ്പോൾ മസാലയെല്ലാം ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി മട്ടൻ്റെ പീസസ് ഒരു 5 മിനിറ്റ് ഇങ്ങനെ മട്ടണും കൂടി ചേർന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട്, നമ്മളിപ്പോൾ ഓപ്പൺ ഫയറിലാണ് ഇട്ട് വേവിക്കുന്നതെങ്കിൽ ഒരു 5-6 കപ്പ് വെള്ളത്തിൽ കൂടുതൽ വേണ്ടി വരും. അതല്ല കുക്കറിലാണ് മാറ്റുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, ഈ മട്ടണിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ടാകും, കുറച്ച് വെള്ളം അതിൽ നിന്ന് വരും. അപ്പോൾ എല്ലാം കൂടി മട്ടൺ ഇട്ടിട്ട് കുക്കറിൽ 2-3 വിസിൽ, തീ
തീ ഓഫ് ചെയ്യുക. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു 2 കപ്പ് ഗ്രേവി ബാക്കി വരുന്ന രീതിയിൽ 2-2.5 കപ്പോ ഗ്രേവി ബാക്കി ഉണ്ടാവണം. അതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയമായി ഇങ്ങനെ മട്ടൺ ആ ഗ്രേവിയിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. തീ അല്പം കുറയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം. ഞാനിപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി മട്ടണിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങും. ഓക്കെ, ഇനി കുക്കറിലേക്ക് മാറ്റാൻ പോകണം. കുക്കറിൽ ഒരു 2 വിസിൽ, ഒരു 3 വിസിൽ വരെ മാക്സിമം. ഓക്കെ, അപ്പോൾ കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റി. ഇനി പാത്രം അടയ്ക്കാം. അടുപ്പ് ഒന്നുകൂടി കത്തിച്ച് കൊടുക്കുന്നു. ഇനി ഇത് നല്ലതായിട്ട് ഒന്ന് ആവിയെല്ലാം കയറി ഫസ്റ്റ് വിസിൽ വരും. പിന്നെ തീ അല്പം കുറച്ചിട്ട് ചെറിയ തീയിൽ ഒരു 2 വിസിലും കൂടി വരുമ്പോൾ പെർഫെക്റ്റ്. കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊക്കെ കുറുകി കിട്ടും. 2 കപ്പ് ചാറ് നമുക്ക് വേണം ഗ്രേവി, അത്രേ. അപ്പോൾ കുക്കർ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞു. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ, കുക്കറിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അതേസമയം ഇപ്പുറത്തെ അടുപ്പിലേക്ക് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് കുറച്ച് തൈര്, അധികം പുളിയില്ലാത്ത തൈര് ഹങ്കേർഡാക്കി വെക്കുക. ഹങ്കേർഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു അരിപ്പയിലൂടെ അല്ലെങ്കിൽ ഒരു തുണിയിലൂടെ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയിട്ട് കുറച്ച് തിക്കാക്കി എടുക്കുക. ഇതൊരു 1/2 ലിറ്റർ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ, ഇതിപ്പോൾ ഞാനൊരു അരിപ്പയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെള്ളം എല്ലാം ചോർന്ന് പോയിട്ട് ഇപ്പോൾ നല്ല കട്ടിക്കിരിക്കുവാണ്. അപ്പോൾ ഈ ഹങ്കേർഡ് 1/2 ലിറ്ററിൻ്റെ തൈരിലാണ് ഉണ്ടാക്കുന്നത്. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അത് എങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ മണം. തീ ഒന്ന് കുറയ്ക്കുന്നു. ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് 2 വിസിൽ. ഇവിടെയും വെള്ളം തിളയ്ക്കാറായി. ഇനി ഇതിലേക്ക് സ്പൈസസ് ഇടാം. ഹോൾ സ്പൈസസ് ഒരു 4 അല്ലെങ്കിൽ 5 ഏലക്ക, പട്ട. ഇത് 1 ടീസ്പൂൺ സാജീരകം. ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. സാജീരകം ചെറിയ മധുരമുള്ള ഫ്ലേവറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലാണ് നമ്മൾ റൈസ് ഒന്നുകൂടി ഒന്ന് വെട്ടി തിളക്കട്ടെ. എന്നിട്ട് റൈസ് ഇടാം. ഇപ്പോൾ നോക്കിയേ, വെള്ളം വെട്ടി തിളച്ച് കഴിഞ്ഞു. ആ ഹോൾ സ്പൈസസ് എല്ലാം അതിനകത്ത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നു. യെസ്, എന്താ മണം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത റൈസ്. ഇതിപ്പോൾ ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പിൽ ഒരു 3 കപ്പ് എടുത്തു. 1 മണിക്കൂറോളം, 3/4 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കഴുകിയിട്ട് കുതിരാനായിട്ട് വെച്ചു. ഇനി ഒരു നല്ല അത്യാവശ്യം ഒരു 3/4-നെക്കാട്ടിലും ഒരല്പം കൂടി വേകുമ്പോൾ, കാര്യം നമ്മൾ ദമ്മിടുന്നുണ്ട് അവസാനം, അതുകൊണ്ട് ഫുൾ വേകണ്ട, ഒരു 3/4 വേഗിൽ വേവിച്ച് മാറ്റാം. അല്ലെങ്കിൽ ദമ്മിടുമ്പോൾ അത് ഓവർ കുക്ക്ഡായി പോകും. ഇനി ഒരു പകുതി വേഗമായിട്ടുണ്ട്. അപ്പോൾ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു തലയും കൂടി വന്നു കഴിയുമ്പോൾ 3/4 കുക്ക്ഡാണ്. ഇനി നമുക്ക് ഊറ്റി തുടങ്ങാം. 3/4 ഭാഗം വെന്തിട്ടുണ്ട്. കാര്യം ദമ്മിൽ കിടന്നിട്ട് വീണ്ടും ഒന്ന് വേഗം. ഇതിൽ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ടയോ ഗ്രാമ്പോ ഏലക്കയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഇളക്കി മാറ്റാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ചിലർക്ക് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല ഹോൾ സ്പൈസസ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മളിത് ദം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പട്ടയുടെ കഷ്ണങ്ങളും ഗ്രാമ്പും ഏലക്കയും മാറ്റാം. പക്ഷേ സാജീരകം അങ്ങനെ തന്നെ കിടക്കട്ടെ, അതതിനൊരു ടേസ്റ്റാണ്. അങ്ങനെ റൈസ് ഒരു 3/4 വേഗിൽ വേവിച്ച് മാറ്റി കഴിഞ്ഞു, ഊറ്റി മാറ്റി. അപ്പോൾ കുക്കറിലൊരു 3 വിസിൽ, അതായത് ഫസ്റ്റ് വിസിൽ കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ചിട്ട് പിന്നെ 2 വിസിൽ, അത് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തു. ഒന്ന് തണുത്ത ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കുറുകിയ ചാറോട് കൂടി ഇപ്പോൾ ഏകദേശം 2 കപ്പ് ചാറുണ്ടാവും. കഷ്ണമൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഹങ്കേർഡ് ഏതാണ്ട് 1 കപ്പോളം ഉണ്ട്, അതും കൂടി ചേർക്കാം. അപ്പോൾ ഈ സ്റ്റേജിൽ ചേർത്താൽ മതി. നമ്മളൊരു ക്രീമൊക്കെ ചേർക്കുന്ന പോലെ എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ചെറിയൊരു ആ ഒരു സാർനെസ്, ഒരു പുളിയുടെ ഒരു ടേസ്റ്റും കൂടി കിട്ടും. ഇതിപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിനി ദം ഇടാനായിട്ട് പോകാം. ദം സെറ്റിംഗ്. ഓക്കെ, റൈസ് റെഡിയാണ്, മട്ടൺ ഈസ് റെഡി, ഉള്ളി വറുത്തത് റെഡി, ബാക്കി കാര്യങ്ങളും മല്ലിയില പുതിന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ദം ഇടാനായിട്ട് ഞാൻ എൻ്റെ ഈ പാത്രം തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ചുവട് കട്ടിയുള്ളൊരു പാത്രം. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് കുങ്കുമപ്പൂ, സാഫ്രൻ. അത് ഒരു ടീസ്പൂൺ 1 ടീസ്പൂൺ എടുത്തു എന്ന് പറയാം. അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഞാനിങ്ങനെ കുതിരാനായിട്ട് വെച്ചു. അപ്പോൾ അതിങ്ങനെ ഇൻഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പാലിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ആ കളർ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇനി നമുക്ക് ദം സെറ്റിംഗ് തുടങ്ങാം.
റൈസിൻ്റെ ഒരു ലെയർ ആദ്യം ഒരു ലെയർ ഇങ്ങനെ കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് മട്ടൺ. അപ്പം നല്ല ഇനം മട്ടണാണ് വാങ്ങേണ്ടത്. പിന്നെ മട്ടൻ്റെ വേഗ് ഓരോരുത്തരും നോക്കണം. വാങ്ങണ മട്ടൻ്റെ ഒരു എന്താ പറയുക വേഗ് എത്രയാണെന്നുള്ളത് അതനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഒരു 1/2 കപ്പ് മതിയാകും, ചിലപ്പോൾ 1/4 കപ്പ് മതിയാകും. കാര്യം മട്ടണിൽ നിന്ന് ഇറങ്ങുമല്ലോ വെള്ളം. ഈ ഗ്രേവിയും എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ അത് മതിയാകും. 1 കപ്പ് ചിലപ്പോൾ വേണ്ടി വരില്ല. നോക്കിയിട്ട് ചേർത്താൽ മതി എത്ര വെള്ളം ചേർക്കുന്നു എന്നുള്ളത്. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, പിന്നെ കുറച്ച് പുതിന, കുറച്ച് മല്ലിയില, ഇനി ബാക്കിയിരിക്കുന്ന റൈസ്. ഇനി ഉള്ളി, പുതിന, മല്ലിയില കുറച്ച് ലാവിഷായിട്ടിടുന്നു. ഇനി കുങ്കുമപ്പൂ, അതും പാലിലിങ്ങനെ ചേർത്തതാണ്. കുങ്കുമപ്പൂ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് പാലിൽ ആഡ് ചെയ്തതാണ്. ഏകദേശം ഒരു 1/2 കപ്പ് പാലുണ്ട്. ഇത് കംപ്ലീറ്റ് പാലും റൈസിലേക്കൊക്കെ പിടിച്ച് താഴെ വരെ എത്തും. ഓക്കെ, മതി. ഇനി അടയ്ക്കുന്നു ടൈറ്റായിട്ട്, എയർ ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്ക് ദമ്മിടാം. ചെറിയ തീയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ 15 മിനിറ്റ്സ്. അപ്പോൾ ഇത് നല്ലതായിട്ട് സ്റ്റീമൊക്കെ കയറി ഒരു ദമ്മായി വരും. അത് കഴിഞ്ഞ് നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് സമയം കഴിഞ്ഞു. ദമ്മിലിട്ടിരിക്കുന്നു ചെറിയ തീയിൽ. തുറക്കട്ടെ. ആഹാ, എന്താ വേണം. ഈ യെല്ലോ കളറൊക്കെ സാഫ്രനാണ് കേട്ടോ, കുങ്കുമപ്പൂവിൻ്റെ നിറം. ധാരാളം മട്ടൻ്റെ പീസസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ റിച്ച്. അങ്ങനെ ഒരു അടിപൊളി ടേസ്റ്റി യമ്മി സ്പെഷ്യൽ നമ്മുടെ റംസാൻ സ്പെഷ്യൽ ഗുൽബർഗ മട്ടൻ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇനി അലങ്കാരമാണ്. അലങ്കാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെ വേണമെങ്കിലും അലങ്കരിക്കാം. ഇതൊക്കെ നമ്മുടെ ഉള്ളി, ഫ്രൈഡ് ഓണിയൻസ്, ബാലൻസ്. കഴിക്കുമ്പോൾ ഈ ഉള്ളി എല്ലാം ചേർന്നല്ലേ നമ്മൾ കഴിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ബോയിൽഡ് 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചു. അതും ഒരു ഭംഗിയുള്ളൊരു അലങ്കാരമാണ്. ഇനി വേണമെങ്കിൽ മല്ലിയില, പുതിന ഇല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിക്കാം. അങ്ങനെ ഫൈനൽ അലങ്കാരത്തോടു കൂടി ഞാനിത് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നു. അതായത് ഇത് നമ്മുടെ റംസാൻ സ്പെഷ്യലാണ്, ഈ ഗുൽബർഗ മട്ടൻ ബിരിയാണി. ഉണ്ടാക്കി നോക്കൂ, ഗംഭീരമാണ്, അടിപൊളിയാണ് ടേസ്റ്റ്. നല്ല റിച്ചാണ്. വല്ലപ്പോഴുമൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫെസ്റ്റിവലിന് ഉണ്ടാക്കുമ്പോൾ അതൊരു വലിയ റിച്ചായിട്ട് തന്നെ ചെയ്യണ്ടേ. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സലാഡ്, ഒരു റൈത്ത പോലെ ഉണ്ടാക്കുക. പിന്നെ ഒരു ഡേറ്റ്സ് അച്ചാറാകാം, പിന്നെന്താ വേണ്ടത്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാരങ്ങ അച്ചാറാകാം, പപ്പടമാകാം, അങ്ങനത്തെ. ഇതിൽ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും അലങ്കാരത്തിന് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എക്സ്ട്രാ ചേർക്കാം. ഇത് ഡിഫറെൻ്റ് ആക്കാനായിട്ട് ഈ മുട്ടയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പരീക്ഷിക്കണം. അപ്പോൾ കേരളയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാപ്പി റംസാൻ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.